കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു മുതിരക്കറി ഉണ്ടാക്കാം. ഈ മുതിരക്കറിക്ക് വേണ്ടി നമ്മൾ 1 കപ്പ് മുതിര തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇതിനിയിപ്പം നമ്മൾ ഈ വെള്ളത്തോടു കൂടി നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്ന കാണിക്കും. എന്നിട്ടത് നികര വെള്ളം ഒഴിച്ച് കുക്കറിൽ വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ലേശം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുക്കറിൽ അത് വേകാൻ വെച്ചിട്ട് നമുക്ക് ഒരരപ്പ് തയ്യാറാക്കണം. അതിന് നമ്മൾ അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ മുളക് പൊടി 1 സ്പൂണ്, ജീരകം, നല്ല ജീരകം, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി. ഇതിത്രയും നമ്മൾ ഒന്ന് അരച്ച് എടുക്കണം. അത് നമ്മൾ കുക്കറിൻ്റെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമുക്ക് വരാം. ഇനി നമ്മൾ അത് അരച്ചത് കാണിച്ചു തരാം. അല്ലേ, ഒത്തിരി ഫൈനായിട്ട് വേണ്ട, ഒരു ഏകദേശം ഇങ്ങനെ അരച്ചെടുക്കണം. ഇനി അത് നമ്മൾ കറി വെന്തിട്ട് നമുക്ക് അത് കാണാം. അപ്പോൾ നമ്മുടെ ആ കുക്കറ് ഒരു 5-6 പ്രാവശ്യം ഇങ്ങനത്തെ വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ആ ചൂടിൽ അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ കുക്കർ തുറന്നു. അപ്പം അത് ഇച്ചിരി കൂടെ വേഗമുണ്ട്. അത് കാരണം ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വെച്ചു. കാരണം ഇത് ഒത്തിരി വേഗമുള്ള സാധനമാണ്. എത്ര അടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇന്നലെ വെള്ളത്തിലൊക്കെ ഇട്ടതാണ്. നടുകണ്ടോ. ഇതിനിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം ഈ വെള്ളത്തിൽ. എന്നിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. ഇപ്പോൾ ഇത് വെന്തോന്ന് അറിയാനായിട്ട് നമുക്കിതെടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കണം. അതേ, ഇത് നിങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെന്ത്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പിടാം. ഇനി നമുക്കതിലേക്ക് അരപ്പിടാം. ഞാൻ മിക്സി ഒന്ന് കഴുകി അതിനകത്തേക്ക് ഒഴിക്കാം. ഈ മിക്സി കഴുകി അതിൽ ഒഴിച്ചതിന് ശേഷം നമ്മളതിന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ശേഷം നമ്മളതിന് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. കാരണം അതിന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കഴിയുമെങ്കിൽ ഇതൊന്ന് കുറുകണം, കറി ഒന്ന് കുറുകണം. അപ്പോൾ അതിനാവശ്യമായ നമ്മൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർക്കണം ഇതിനകത്തേക്ക്. കാരണം ഓൾറെഡി നമ്മൾ വേകാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടതാണ്. കുറച്ച് ഉപ്പ് ഇവിടെ ഇടാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ കടുക് വറക്കാൻ. അതിന് കടുക് വേണം, കറിവേപ്പില, ചുവന്ന മുളക്, ചെറിയ ഉള്ളി, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും ആവശ്യമുണ്ട്. ഇനി നമുക്കത് കടുക് വറക്കാം. ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകാനായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതെല്ലാം ഇടേണ്ടത്. ഇനി ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് ഈ കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. നമ്മുടെ കരിവേപ്പിലയും വറ്റൽമുളകും കൊച്ചുള്ളിയും അതിലേക്ക് ചേർക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റി നമുക്ക് ആ കറിയിൽ ചേർക്കേണ്ടത്. അപ്പം നമ്മുടെ ആ ചുവന്ന ഉള്ളിയും അതെല്ലാം നല്ലതായിട്ട് വഴന്ന് വരുന്നുണ്ട്. നല്ല ഒന്ന് ചുമക്കെ ഒന്ന് വറക്കണം കേട്ടോ. അതിങ്ങനെ ചുമന്ന് വറുത്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കൊരു ലേശം തീ കുറച്ച് വെക്കണേ. തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു ലേശം മുളക് പൊടി അതിലേക്കിടാം. ലേശം മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആ തീ അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിന് നമ്മൾ ഈ തിളച്ച് കിടക്കുന്ന ഈ കറിക്കകത്തേക്ക് നമുക്ക് ഒഴിക്കാം.
ഇതിപ്പോൾ നമ്മൾ ഈ വറുത്തത് നമ്മൾ ഈ കറിക്കകത്തേക്ക് ഒഴിക്കും. ഇപ്പോൾ നമ്മുടെ കറി വറുത്തൊഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തീ നിർത്തിയേക്കണം. ഇനി അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്ന് നോക്കണം. ഇല്ല, എനിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. കറിയും നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് ചോറിനോട് ഒരു ഒഴിച്ച് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ മുതിര ഉണ്ടല്ലോ ഒത്തിരി ഉപകാരമുള്ളത്. അതായത് ഈ തണുപ്പ് സമയങ്ങളിൽ, തണുപ്പ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തെ ഒന്ന് ചൂടാക്കി വെക്കാനായിട്ട് ഈ മുതിര ഉപകരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മുതിര ഈ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, നീരിളക്കം ഒക്കെ ഉള്ള അതിനൊക്കെ ഈ മുതിര കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരാശ്വാസം ലഭിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വെച്ച് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബായ്.